ലൂക്കായുടെ സുവിശേഷം 24:49 ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കും. ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെയും നഗരത്തിൽ തന്നെ വസിക്കും. പ്രാർത്ഥനാനിരതരായിട്ടിരിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നാടിനു വേണ്ടിയിട്ട് പ്രാർത്ഥനാനിരതരായിട്ട് ഇരുന്നു കൊണ്ട് ഉന്നതത്തിലുള്ള ശക്തി, ഏതാണ് പരിശുദ്ധാത്മ ശക്തി, അത് പ്രാപിക്കാൻ വേണ്ടി ജാഗരൂകതയോടുകൂടി പ്രാർത്ഥനയിൽ ഇരുന്ന് ശക്തി പ്രാപിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഇന്നത്തെ വചനത്തിൽ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ യാക്കോബിന്റെ ഹാരാനിലേക്കുള്ള യാത്രയെ പറ്റി, യാക്കോബും ഏസാവും തമ്മിൽ കലഹമുണ്ടായ കലഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അമ്മയാണ്. യാക്കോബിനോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹമുണ്ടായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ തന്നെ പറഞ്ഞു വിടുകയാണ്, എൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുള്ളതാണ് ഹാരാൻ, ഇല്ലെങ്കിൽ ഏസാവ് നന്ദിയായിട്ട്. കലഹമുണ്ടാകും, വഴക്കുണ്ടാകുന്നത് അപകടകരമാണ്. കാരണം അതിന് 2 അടിസ്ഥാന കാരണമുള്ളൂ. മൂപ്പവകാശം വാങ്ങിയെടുത്തു. 2, കുദംബരം പ്രയോഗിച്ചുകൊണ്ട് അപ്പന്റെ ഇസ്ഹാക്കിന്റെ അനുഗ്രഹം വാങ്ങിയെടുത്തു. ഇതിനും അമ്മയാണ് സഹായിച്ചത്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും തനിക്ക് അവകാശപ്പെട്ടത് കുദംബരത്തിലൂടെ അമ്മയുടെ സഹകരണത്തോടുകൂടി തട്ടിയെടുത്ത യാക്കോബിനോട് പ്രതികാര ചിന്തയുണ്ടായി. കായേനും ആബേലും ആവർത്തിക്കാതിരിക്കാൻ പറഞ്ഞയക്കാണ് സ്വന്തം നീന്തും. അങ്ങനെ ഹാരാനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ വെച്ച് യാക്കോബ് ഉറങ്ങാൻ കിടന്നു. വിജനമായ സ്ഥലത്തുകൂടിയാണ് യാത്ര. മണലാരണ്യത്തിലൂടെ രാത്രിയായപ്പോൾ ഒരു കല്ല് തലയിൽ വെച്ചിട്ട് ഉറങ്ങാൻ കിടന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉറക്കത്തിൽ യാത്രയുടെ ദർശനമുണ്ടായി. ആകാശം മുട്ടയെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഭൂമി ഭൂമിയിൽ നിന്നും ഉയർന്നു. അതിൽ ആ ഭൂമിയുടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് യാക്കോബിന്റെ ദർശനം. അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിന്റെ കവാടമാണ് ഇവിടം. കാരണം യാക്കോബിന് ദൈവത്തിന്റെ ദർശനമുണ്ടായ സ്ഥലം എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ യാക്കോബ് കല്ലെടുത്ത് എണ്ണ ഒഴിച്ച് ദൈവത്തിന് സമർപ്പിച്ചു. ആ സ്ഥലത്തിന് ബഥേൽ എന്ന പേരുണ്ടായി എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതിന്റെ പഴയ പേര് ലൂസ് എന്നായിരുന്നു. പിന്നെ ലൂസ് ബഥേലാകാൻ കാരണം യാക്കോബിനുള്ള ദിവ്യ ദർശനം അല്ലെങ്കിൽ സ്വപ്നമാണ്. പത്രോസ്ലിയുടെ ലേഖനം 1:3 മുതലുള്ള വചനങ്ങളിൽ പത്രോസ് പറയുകയാണ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർ അല്പകാലത്തെ വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുകയും. പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർ. ഇഹലോകത്തില് നമ്മളെല്ലാവരും പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടവരാണ്. ഇവിടെ പൂർണ്ണമായിട്ടും സുഖമോ സൗഖ്യമോ ഒന്നും ആർക്കും ലഭിക്കുകയില്ല. കാരണം മനുഷ്യന് പരിധികളും പരിമിതികളും, രോഗങ്ങൾ വരാം, മറ്റ് ക്ലേശങ്ങൾ വരാം, പ്രിയപ്പെട്ടവരും മരിച്ചുപോയവരും, ഇങ്ങനെ നിരവധി ക്ലേശങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, സമ്പത്തില്ലെങ്കിൽ ദാരിദ്ര്യതുക, സമ്പത്തുണ്ടായി കഴിഞ്ഞ് രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ. ഒരു മനുഷ്യന് ദൈവം നൽകുന്ന അമൂല്യമായ ദാനമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. എഴുന്നേറ്റ് നടക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും കഴിയുക. അതില്ലാത്ത ഒത്തിരി ആളുകൾ ലോകത്തിലുണ്ട്. ആശുപത്രിയിൽ കിടക്കുന്നവർ, രോഗികളായിട്ടുള്ളവർ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വിവിധ പരീക്ഷകൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുകയും.
ഈ വസ്ത്രങ്ങൾ കഴിയും നല്ല നാളുകൾ ഉണ്ടാകും, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുള്ള പ്രത്യാശയില് ആത്മത്തോടെ പ്രാർത്ഥനാനിരതരായിട്ട് ജീവിക്കാനാണ് പത്രോസ്ലീഹ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അതായത് നമ്മുടെ സഹനങ്ങളും പരീക്ഷകളില് ആദ്യത്തോടുകൂടി പരീക്ഷകളെ നേരിടുന്ന ജീവിതശൈലിയൊക്കെ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും എന്നാണ് വചനത്തിൽ പറയുക. ആദിമസഭ ഈശോയുടെ സ്വർഗാരോഹണത്തിന് സാക്ഷികളായി. വേറാഴ്ച സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കുകയുണ്ടായി. യേശു സ്വർഗത്തിലേക്ക് ഇഹലോക ജീവിതത്തിൽ തന്റെ ദിവസങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഉന്നതങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നുള്ളതാണ് വചനത്തിൽ നമ്മൾ വായിച്ചത്. വീണ്ടും ഇന്നത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പ്രാർത്ഥനാനിരതരായ സിറിയൻ മാളികയില് ശിഷ്യന്മാർ നടത്തുന്നു. അപ്പോഴാണ് ഞായറാഴ്ച പന്തപുസ്തകത്തിൽ നടത്തുന്നത്. അപ്പൊ പ്രാർത്ഥനാനിരതരായിട്ടിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വരികയും അവരെ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദിമസഭയുടെ ആത്മീയ ശിലകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നും വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കണം, വണങ്ങണം. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ്, മൂന്നാമതായിട്ട് പ്രാർത്ഥനയിൽ നിരതരായിരുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ആദിമസഭയെ നിയന്ത്രിച്ചിരുന്നത്. അവരുടെ ശക്തിക്ക് ചാലകശക്തിയായിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളാണ്. വിശുദ്ധ ലിഖിതങ്ങളിൽ നിയമപ്രവാചകന്മാരിൽ ലിഖിതങ്ങൾ ഇങ്ങനെയാണ് പഠനത്തിൽ തിരിച്ചിരുന്നത്. നിയമപുസ്തകങ്ങൾ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥി എന്ന് പറയുന്നത്. ആ പഞ്ചഗ്രന്ഥിയാണ് ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യർ, നിയമാവർത്തനം. ഇതാണ് പഞ്ചഗ്രന്ഥി. അതാണ് നിയമപുസ്തകങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് പ്രവാചകന്മാര് ലിബിൻ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പ്രവാചകന്മാര് അതുപോലെ പൂർവ്വകാല പ്രവാചകന്മാർ ജോഷുവ മുതൽ രാജാക്കന്മാർ വരെയുള്ളത്, ഇക്കാല പ്രവാചകന്മാർ, മറ്റു പ്രവാചകന്മാർ. അതില് 4 പ്രവാചകന്മാർ ഏഷ്യ, ജെറമിയ, എസെക്കിയേൽ, ദാനിയേൽ ഇവരെ മേജർ പ്രോഫറ്റ്സ്, വലിയ പ്രവാചകന്മാരെന്ന് പറയാറുണ്ട്. ബാക്കി 12 പ്രവാചകന്മാരുടെ പേരിൽ പുസ്തകങ്ങളുണ്ട്. അപ്പൊ അവരെ ചെറിയ പ്രവാചകന്മാരെന്ന് പറയാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവാചകന്മാരുടെ പേരിലാണ് ഓസിയ, പിന്നെ ആമോസ് തുടങ്ങിയ പ്രവാചകന്മാരുടെ പേരിൽ 12 പുസ്തകങ്ങളുണ്ട്. 12 ചെറിയ പ്രവാചകന്മാരാണ് അവര്. പിന്നെ ലിഖിതങ്ങൾ എന്ന് പറയും കുതുബി, അതാണ് സങ്കീർത്തനം ഉൾപ്പെടെ ബാക്കി വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ പണിയിട്ടുള്ളതെല്ലാം ഈ ലിഖിതങ്ങളിൽ വരുന്നതാണ്. വിശുദ്ധ അഗസ്തീനെ പറ്റി പറയുന്നത് പഴയ നിയമത്തിൽ പുതിയ നിയമം ഗോപ്യമായിരിക്കുന്നു, പഴയ നിയമത്തിൽ പുതിയ നിയമം ഗോപ്യമായിരിക്കുന്നു, പുതിയ നിയമത്തിൽ പഴയ നിയമം അനാവരണം ചെയ്യപ്പെടുന്നു, പുതിയ നിയമത്തിൽ പഴയ നിയമം അനാവരണം ചെയ്യപ്പെടുന്നു. പഴയ നിയമത്തിന്റെ തുടർച്ചയും പൂർത്തീകരണമാണ് പുതിയ നിയമം പറയുക. നമ്മൾ പഴയ നിയമം മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലാണ്, യേശുവിന്റെ വചനത്തിന്റെ വെളിച്ചത്തിലാണ്. യേശു പഠിപ്പിക്കുന്നുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് വെച്ചാൽ പ്രതികാരം ചെയ്യുക. ഇത് നിങ്ങളോട് പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കരണം തടിക്കുന്നതിന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. ശത്രുവിനോട് ക്ഷമിക്കുക. 1 മൈൽ നടക്കാനോടുകൂടി 2 മൈൽ നടക്കുക എന്ന് വെച്ചാല് ശത്രുവിന് ഉദ്വേഷത്തോടുകൂടി പെരുമാറാതെ നന്മ ചെയ്യുക. അപ്പോൾ ശത്രുവിന് മനസ്സാന്തരം ഉണ്ടാകും. അങ്ങനെ മനസ്സാന്തരങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതാണ് വചനത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ പഴയ നിയമ ചിന്ത യേശുവിന്റെ പുതിയ നിയമ വചനങ്ങളുടെ വെളിച്ചത്തിലാണ് ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തേണ്ടത്. അതുകൊണ്ട് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. എന്നാൽ ബലഹീനരും പാപികളുമായ നമ്മളൊക്കെ പഴയ നിയമത്തിൽ ഇപ്പോഴും ജീവിക്കാറുണ്ട്. കാരണം ഒരു തെറി പറഞ്ഞാൽ 2 തെറി തിരിച്ചു പറയും, 1 അടിച്ചു കഴിഞ്ഞാൽ 2 അടി തിരിച്ചു കൊടുക്കും. ഇല്ലെങ്കിലും മാന്യനല്ല, അല്ലെ ശക്തിമാനല്ല എന്ന് വയ്ക്കുന്നവരുണ്ട്.
അപ്പൊ ഒന്നിന് 4 ഇരട്ടിയായി കൊടുക്കുന്ന ആളുകൾ, പഴയ നിയമത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇന്നും വളരെയേറെ ഉണ്ട്. കാരണം ക്ഷമിക്കാൻ കഴിയാത്തവര്, വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവര്, പ്രതികാരത്തിന്റെ എപ്പോഴാണ് പ്രതികാരം ചെയ്യണമെന്ന് ഒരുങ്ങിയിരിക്കുന്നവര്, ഇങ്ങനെയുള്ള തിന്മയുടെ ചിന്തകളുമായിട്ട് കഴിയുന്ന ഒത്തിരി ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഹൃദയ പരിവർത്തനം വേണമെന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. ഹൃദയ പരിവർത്തനം, മെത്തനോയ അല്ലെ ചേഞ്ച് ഓഫ് ഹാർട്ട്, ഹൃദയ പരിവർത്തനം, അതാണ് നമുക്ക് വേണ്ടത്. അതില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് സമാധാനം ലഭിക്കുകയില്ല. അവർക്ക് സമാധാനം ലഭിക്കുന്നത് അടി കൊടുക്കുമ്പോൾ, മറ്റുള്ളവന് ക്ഷീണം വരുമ്പോൾ, അവന് അവശത വരുമ്പോൾ, സാമ്പത്തികമായിട്ട് തകരുമ്പോൾ, ഇങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ നമ്മുടെ അയൽക്കാരനോ നമ്മുടെ ശത്രുവോ കണക്കാക്കപ്പെടുന്ന മനുഷ്യനോ വരുമ്പോഴാണ് നമ്മളങ്ങനെ വിലയിരുത്തുന്നത്. അവർ പണ്ടേ വരേണ്ടതായിരുന്നു, എനിക്ക് നേരിട്ട് തല്ലാൻ പറ്റിയില്ലെങ്കിൽ അവനിപ്പോൾ കിട്ടിയല്ലോ. അപ്പം അത് ക്രിസ്തീയ ചിന്തയല്ല, പഴിമത്തിലെ ചിന്തയാണ്. പ്രതികാരത്തിൻ്റെ ചിന്ത യേശു സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും മേഖലകളാണെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ശിഷ്യന്മാരെ പറ്റി പറയുന്ന ബന്ധപുസ്തകത്തിന് മുമ്പായിട്ട് പ്രാർത്ഥനാനിരതരായിട്ട് ദേവാലയത്തിൽ അവർ കഴിച്ചു. അപ്പോൾ ദേവാലയം ഉണ്ടായിരുന്നു, ജെറുസലേം ദേവാലയത്തില് പ്രാർത്ഥനാനിരതായിട്ട് സമയം ചിലവഴിച്ചിരുന്ന അപ്പസ്തോലന്മാരെയാണ് നമ്മൾ കാണുക. സഭയുടെ 3 ആത്മീയ ശിലകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പകർത്തിയെടുക്കുന്ന ആളുകളുണ്ട്. പകർത്തിയെടുക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നമുക്ക് കുറേ വായിച്ചാൽ പൂർണ്ണമായിട്ട് വായിക്കാനായിട്ട്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് അതൊരു ജീവിത ശൈലിയായിട്ട് സ്വീകരിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് ഒരു ശക്തി കിട്ടുന്നത്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തനം സഭയിൽ നമുക്കുണ്ടെന്നുണ്ട്. മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്ന സമൂഹമാണ്. ശിഷ്യന്മാർ വീടുകളിൽ പ്രാർത്ഥിച്ചിരുന്നു, ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥന അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു. പ്രാർത്ഥന വഴിയാണ് അവർക്ക് ശാക്തീകരണം ലഭിച്ചത്. അവർ ശക്തി പ്രാപിച്ചുകൊണ്ട് യേശുവിനെ സാക്ഷികളായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ഗ്രന്ഥത്തെ ആദരവോടുകൂടി സ്നേഹിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ഞായറാഴ്ച ബന്ധപുസ്തക തിരുനാളാണ്. മൂന്നാമതായിട്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ബഹുമുദ്രയായിട്ട് സ്വീകരിക്കുകയും ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും